ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത മരണഗന്ധം വമിക്കുന്ന റോമൻ തടവറകളാൽ തീർക്കപ്പെട്ട ആ ചരിത്ര നഗരത്തിലേക്ക് അടുക്കുമ്പോൾ പൗലോസ് എന്ന ഭക്തൻ ഒരിക്കലും ഭയപ്പെട്ടില്ല. കാരണം പൗലോസ് കടന്നു ചെല്ലുന്നത് റോമിന്റെ കഷ്ടതയുടെ അകത്തേക്കല്ല, മറിച്ച് ദൈവ നിയോഗത്തിന്റെ ആന്തരിക വെളിപ്പാടിനകത്തേക്ക്. ഇന്നൊരു ദൂത് പറയാം. അവൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനനുസരിച്ചാണ് നീ പാദങ്ങൾ ചലിപ്പിക്കുന്നെങ്കിൽ നിന്റെ ആത്മീക മുന്നേറ്റത്തിനെതിരായി നിൽക്കുന്ന കരുത്തുറ്റതും എണ്ണമറ്റതുമായ പ്രതിസന്ധികൾക്കിടയിൽ നിന്ന്, തടസ്സങ്ങൾക്കകത്ത് നിന്ന് അവൻ അനേകരെ ക്രിസ്തുവിൽ പുതുജീവനത്തിന് ആരംഭം കുറിക്കുന്ന രംഗവേദിയാക്കി എന്റെ ദൈവം മാറ്റും. അത് കരുത്തുറ്റ കൈസറുടെ അരമനയ്ക്കുള്ളിലാണെങ്കിലും അതിൽ നിന്നും ഒരു കൂട്ടം ജനത്തെ സത്യദൈവത്തിന് വേണ്ടി ആരാധിക്കാൻ ദൈവം പുറത്തു കൊണ്ടുവരും. കാരണം പൗലോസിനെ ബന്ധിക്കാം, പക്ഷെ പൗലോസിന്റെ അകത്ത് വെളിപ്പാടിനെയോ പൗലോസ് ഉയർത്തുന്ന ക്രിസ്തുവിനെയോ ബന്ധിക്കാനോ തടവിലാക്കാനോ ലോക ചരിത്രത്തിൽ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് താൻ ബന്ധനസ്ഥനായിരുന്നിട്ടും ആയിരക്കണക്കിന് ആളുകളുടെ പാപച്ചങ്ങലയെ താൻ അഴിച്ചത്.